ഡെയിലി കിക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ലിവർപൂളിന് വേണ്ടി പന്ത് തട്ടി തുടങ്ങിയ കാലഘട്ടം മുതൽ മുഹമ്മദ് സലയെ വൺ സീസൺ വണ്ടർ എന്നായിരുന്നു കായിക ലോകം വിളിച്ചു പോന്നത്. മുഹമ്മദ് സല എന്ന വിസ്മയം കാൽപന്ത് കളിയുടെ ലോകത്ത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു ഈജിപ്തുകാരന്റെ കടന്നുവരവ്. അൽവാരസിന് നഷ്ടപ്പെട്ട സിറ്റിക്ക്, ഈ സീസണിൽ കിതച്ചു തുടങ്ങിയ സിറ്റിക്ക് മർമോഷ് എന്ന ഈജിപ്തുകാരൻ നൽകുന്ന പ്രചോദനം ചില്ലറയല്ല. ഈ സീസണിൽ ലീഗിൽ കിതച്ചു തുടങ്ങിയ മാഞ്ചസ്റ്റർ സിറ്റിയുടെ നിർണായക മത്സരത്തിൽ 14 മിനിറ്റിനുള്ളിൽ 3 തവണയാണ് മർമോഷ് എന്ന ഈജിപ്തുകാരൻ എതിരാളിയുടെ വല കുലുക്കിയത്. സിറ്റിക്ക് വേണ്ടി 3 മത്സരങ്ങളാണ് ഈ താരം കളിച്ചത്. മൂന്നാമത്തെ മത്സരത്തിൽ ഹാട്രിക് നേടിയ ഈ യുവതാരം ആരാധകരുടെ ഹൃദയം കവർന്നു കഴിഞ്ഞു. സിറ്റിയെ സംബന്ധിച്ചിടത്തോളം പോയിന്റ് ടേബിളിൽ എന്നും തലവേദന സൃഷ്ടിക്കുന്ന ടീമാണ് ന്യൂകാസിൽ. ആ ന്യൂകാസിലിനെതിരെയാണ് 14 മിനിറ്റിൽ 3 ഗോളുകൾ അടിച്ച് മർമോഷ് താരമായി മാറിയത്. വിങ്ങുകളിലൂടെയുള്ള ആക്രമണ ശൈലിയും കൃത്യതയാർന്ന ഫിനിഷിംഗും എന്തുകൊണ്ടും സിറ്റിക്ക് താൻ അനുയോജ്യനാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു മർമോഷ്. കഴിഞ്ഞ ഓഗസ്റ്റിലായിരുന്നു അർജന്റീനയുടെ സൂപ്പർ താരം ജൂലിയൻ അൽവാരസ് സിറ്റി വിട്ട് റയൽ മാഡ്രിഡിലേക്ക് പോയത്. ആ കുറവ് നികത്തുന്ന തരത്തിലുള്ള പ്രകടനമാണ് ഇപ്പോൾ മർമോഷ് പുറത്തെടുത്തിരിക്കുന്നത്. സിറ്റിയുടെ കളിക്കളത്തിൽ ജൂലിയൻ അൽവാരസിന് പകരക്കാരനായി മാറാൻ മർമോഷിന് കഴിഞ്ഞാൽ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന ആശ്വാസം അത് ചില്ലറയൊന്നുമല്ല. ഈജിപ്തിൽ നിന്നും ജർമ്മൻ ലീഗ് വഴിയാണ് മർമോഷ് ഇംഗ്ലീഷ് ലീഗിലെത്തുന്നത്. ബുണ്ടസ് ലീഗ് ക്ലബായ ഫ്രാങ്ക്ഫർട്ടിന് വേണ്ടി പുറത്തെടുത്ത അസാമാന്യ പ്രകടനമായിരുന്നു മർമോഷിനെ ഇംഗ്ലീഷ് ക്ലബിന്റെ കൂടാരത്തിലെത്തിക്കാൻ കാരണമായത്. ഈ സീസണിൽ ജർമ്മൻ ലീഗിലെ ടോപ്പ് സ്കോറർമാരുടെ പട്ടികയെടുത്താൽ ബയൺ മ്യൂണിക്കിന്റെ ഹാരി കെയ്ന്റെ തൊട്ട് പിന്നിലാണ് മർമോഷ്. ഫ്രാങ്ക്ഫർട്ടിന് വേണ്ടി 17 മത്സരങ്ങളിൽ നിന്ന് 15 ഗോളുകളാണ് മർമോഷ് എന്ന യുവതാരം അടിച്ചെടുത്തത്. കഴിഞ്ഞ ജനുവരിയിലാണ് $73 മില്യൺ സിറ്റി മർമോഷിനെ തങ്ങളുടെ കൂടാരത്തിലെത്തിച്ചത്. ഈ സീസണിൽ കിതച്ചു തുടങ്ങിയ സിറ്റിക്ക് ഒരു തിരിച്ചുവരവ് അത്യാവശ്യമാണ്.